ഹായ് ഗായ്സ്, അങ്ങനെ സെക്കൻഡ് ഡേ വ്ളോഗാണിത്. സെക്കൻഡ് ഡേ ഓഫ് ഇറ്റലി. ഞങ്ങൾ ഇന്ന് ഫ്ലോറൻസ് നിന്ന് റോമിലോട്ട് പോവുകയാണ്. പിന്നെ 2 days ഞങ്ങൾ റോമിലായിരിക്കും. വെറ്റിക്കാൻ സിറ്റി ആൻഡ് റോം കവർ ചെയ്യാനുള്ള പ്ലാനാണ്. അങ്ങനെ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു 8 o'clock ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, റെഡിയായി. ആസ് യൂഷ്വൽ എൻ്റെ കുഞ്ഞ് മേക്കപ്പ് റൂട്ടീനാണ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ബ്ലഷ്, ഹൈലൈറ്റർ, ലിപ്സ്റ്റിക്, ലിപ് ബാം, പിന്നെ അങ്ങനെയുള്ള എൻ്റെ നോർമൽ ബേസിക് മേക്കപ്പ്. പിന്നെ ഞാൻ പ്ലീറ്റഡ് ആയിട്ടാണ് ഹെയർ ടൈ ചെയ്തത് തവണ, ലൈക്ക് ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ലുക്കിന് വേണ്ടിയിട്ട്. പക്ഷേ വലിയ കുമ്പില്ലായിരുന്നു, എന്നാലും ഹവർ ഇറ്റ് വാസ് നല്ലൊരു ഔട്ട്ഫിറ്റായിരുന്നു ഫോർ ദ ഫസ്റ്റ് ഡേ ഇൻ റോം. പിന്നെ ഞങ്ങൾ 4 പേരും റെഡിയായി. അധികം ടൈം എടുത്തില്ല, എന്നാലും കുറച്ച് ബസ്സിന് ലേറ്റ് ആവും. ഞങ്ങൾ ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത് എന്തായാലും, കാരണം ഞങ്ങൾ ഫ്ലോറൻസ് ഡേ ട്രിപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ മറ്റേ വ്ളോഗിൽ കാണുമ്പോൾ അറിയാം ഞങ്ങൾ തിരിച്ച് ബസ്സിലാണ് വന്നത്. അപ്പം അതേപോലെ സെയിം പ്ലേസിലോട്ടാണ് ഇനി പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബസ്സിൽ തന്നെ പോകാം എന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും റെഡിയായി. പിന്നെ തലേ ദിവസം ഞങ്ങൾ കുറച്ച് ഗ്രോസറി മേടിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് മിൽക്ക്, എഗ്, ബനാന ഒക്കെ. അപ്പോൾ പിന്നെ എഗ്സ് മൊത്തം ബോയിൽ ചെയ്തു, മിൽക്കും ബോയിൽ ചെയ്തെടുത്തു. അപ്പം പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കഴിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇതായിരുന്നു. പിന്നെ ഭയങ്കര ടെൻഷനാണ്, കാരണം ഞങ്ങളുടെ ഹോൾ ട്രിപ്പ് ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തതാണ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. ലൈക്ക് ഞങ്ങളുടെ ടൂർ പാക്കേജസോ അങ്ങനെയൊന്നും എടുത്തതല്ല. ഞങ്ങൾ ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു, അതിലാണ് ഞങ്ങളുടെ ഡേ ട്രിപ്സും ഒക്കെ ബുക്ക് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഹോളായിട്ട് ഞങ്ങളുടെ ട്രെയിൻസും, ഞങ്ങൾ ഇൻ്റർസിറ്റി ട്രെയിൻസ് ഞങ്ങൾ അവരുടെ ആപ്സിൽ, റെയിൽവേസ് ആപ്സിൽ പോയാണ് ബുക്ക് ചെയ്തത്. trip.com എന്ന് പറഞ്ഞിട്ട്, പിന്നെ ട്രെയിൻ ലൈൻ അങ്ങനെയുള്ള ആപ്സിലൊക്കെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. പിന്നെ അപ്പോൾ അതിൻ്റേതായ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ എല്ലാം കുളമാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ക്യാച്ച് ചെയ്യണം. ബസ്സസ് ആയാലും ട്രെയിൻസ് ആയാലും ടൈമിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ ഫുൾ ഇതാവും. പിന്നെ ഈ ജേണി വന്നിട്ട് ഫ്ലോറൻസ് ടു റോം ലൈക്ക് ഞങ്ങൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ റോം ഫുൾ ചുറ്റി കറങ്ങിയിട്ട് സെക്കൻഡ് ഡേ വെറ്റിക്കാൻ സിറ്റി ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ റോമിൽ തന്നെ അടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസ്, ലൈക്ക് മേജർ മോണുമെൻറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഞങ്ങളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടാണ്, Airbnb അല്ല. സോ അപ്പോൾ അത് പോയി ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ ലൈക്ക് ബാഗ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് പിന്നെയാണ് ഞങ്ങൾ കറങ്ങാൻ പോകാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി. ബസ്സിലാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിരുന്നത്. ബസ് വരാൻ ലേറ്റ് ആക്ച്വലി. ഞങ്ങൾ സ്റ്റോപ്പിൽ പോയപ്പോഴേക്കും പിന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. അപ്പോൾ പിന്നെ ഉടനെ തന്നെ ക്യാബ് ക്യാൻസൽ ചെയ്ത്, കാരണം അറൗണ്ട് 30 euros എന്തോ ആയിരുന്നു ക്യാബിന്. ബട്ട് ട്രെയിൻ വന്നിട്ട് ഞങ്ങൾക്ക് 10 ലൈക്ക് 0.10 ഒക്കെ ആവത്തുള്ളൂ ഓരോ ജേണിക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്താൽ 5 euros എന്തോ കട്ടായി. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ലാഭമായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ തന്നെ ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വന്നു, ലൈക്ക് 7:30 ആ ടൈമിൽ തന്നെ ഞങ്ങൾ എത്തി. പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, ട്രെയിൻ കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു. ഒത്തിരി നേരം കഴിഞ്ഞ് ട്രെയിൻ എടുത്തു. പിന്നെ ജേണി വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം. പിന്നെ ഫുൾ വ്യൂസ് കാണുമായിരുന്നു ട്രെയിനിൽ. നല്ല കൺട്രി സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇറ്റലിയുടെ കൺട്രി സൈഡ് നല്ല ഭംഗിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എഗ് ബോയിൽ ചെയ്തെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് കുറേ നേരം കഴിഞ്ഞപ്പോൾ കഴിച്ചു, വേറെ വിശന്നിട്ട്. പിന്നെ കൺട്രി സൈഡ് ഓഫ് ഇറ്റലി പറഞ്ഞതുപോലെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ പിന്നെ മൗണ്ടെയ്ൻസും പിന്നെ ഒത്തിരി ലേക്സും പിന്നെ ഫോറസ്റ്റ്, പിന്നെ മോസ്റ്റ്ലി കാണുന്ന സ്ഥലമൊക്കെ ഇവർ ഒട്ടും എന്താ പറയുമല്ലോ ഡിസ്ട്രോയ് ചെയ്യാണ്ട്, എന്ന് വെച്ചാൽ ലൈക്ക് കൂടുതലായിട്ട് പ്രിസർവ് ചെയ്തിട്ടാണ് അവർ ഹൗസസൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ റോമിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ബസ് പാസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ മോസ്റ്റ്ലി ഇൻസൈഡ് ഓഫ് റോം ഫുൾ ചുറ്റാനായിട്ട് ബസ് പാസ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി സ്റ്റേഷൻസിൽ പോയെങ്കിലും ഞങ്ങൾക്ക് ആ കാർഡ് കിട്ടിയില്ല. പിന്നെ ഫുൾ ഇറ്റാലിയനിൽ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടലിലോട്ടാണ് പോയത്. ഹോട്ടലിൽ പോയി ഞങ്ങൾ പിന്നെ ബസ്സിൽ തന്നെ ഹോട്ടലിലോട്ട് പോയത്. പക്ഷേ ഞങ്ങൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ടാപ്പ് ചെയ്യാം ബസ്സിൽ. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് പിന്നെ കാർഡ് എടുത്തില്ല ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിൽ പോയി ബാഗ്സ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് സ്പാനിഷ് സ്റ്റെപ്സ് കാണാനാണ്. അപ്പം അതിനുവേണ്ടി ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നു തുടങ്ങി. നമ്മളവിടെ എത്തി ഞങ്ങൾ ചെസ്നട്ട് കണ്ടു. ചെസ്നട്ട്സ് ഞങ്ങൾ ടർക്കിയിൽ പോയ സമയത്ത് അവിടെ വെച്ച് ആദ്യമായിട്ട് കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു 5 euros എന്തായിരുന്നു. അപ്പോൾ ഞങ്ങളത് കൊടുത്ത് അവിടെ നിന്ന് മേടിച്ചു. പിന്നെ സ്പാനിഷ് സ്റ്റെപ്സ് കയറി മുകളിലെത്തുമ്പോൾ ഒരു ചേർച്ചാണ്. കയറി അവിടെ നിന്ന് മാസ് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഭയങ്കര ചൂടായിരുന്നു ആക്ച്വലി ഇത് ഹോൾ ഇറ്റലിയിൽ. കാരണം
UK-ന്ന് ഇറ്റലിയിലോട്ട് പോകുമ്പോഴേക്കും ചൂട് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ചൂട് പോലെ തന്നെയായിരുന്നു ഇറ്റലിയിലും ചൂട്. കുറച്ച് കുറവായിരുന്നു. ബട്ട് നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവും. ഭയങ്കര സൺ നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കുന്ന പോലെ തോന്നും. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഐറ്റിനറി ഉണ്ടായിരുന്നു, ലൈക്ക് സ്പാനിഷ് സ്റ്റെപ്സ്, കൊളോസിയം, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ. പക്ഷേ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും അവിടെ റിസപ്ഷനിസ്റ്റ് ഞങ്ങൾക്കൊരു മാപ്പ് തന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൂടെ ഏതാ ഈസിയസ്റ്റ് പാത്ത് ടു ഗോ എന്നൊക്കെ എഴുതി തന്നായിരുന്നു. ഞങ്ങൾ പിന്നെ അടുത്ത് പോയത് പിയാസ del Popolo എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. പീപ്പിൾസ് സ്ക്വയർ എന്നാണ് ആക്ച്വലി അതിൻ്റെ ഒരു അണ്ടർലൈൻ മീനിങ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ആ സ്ഥലത്ത് പോകുന്നതിന് മുന്നേ അതുവഴി പോകുമ്പോൾ അത് ഹോൾ സിറ്റിയുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഹോൾ പ്ലാസ പോലെ, അതിൻ്റെ സെൻറ്ററിൽ ലൈക്ക് ആൾക്കാർ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സ്പേസും മോണമെൻറ്റ്സും സ്റ്റാച്യൂസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 വലിയ ട്വിൻ ചേർച്ചസ് ഉണ്ട് ആ ബാക്കിൽ. അപ്പോൾ അതാണ് ഹോളായിട്ടുള്ളൊരു അവർ ചെയ്തേക്കുന്നത്. അതിന് ട്വിൻ ചേർച്ചസ് കഴിഞ്ഞ് നേരെ നടക്കുമ്പോൾ അത് ഫുൾ ഷോപ്പിംഗ് സെൻറ്റർ പോലെയാണ്. ഞങ്ങൾക്ക് അതൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും ദൂരം നടന്നെത്തിയപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ ആകെ ഫുൾ വട്ടായി. കാരണം ചൂടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സഹിക്കാൻ വയ്യാണ്ടായി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കൊളോസിയത്തിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് 2 o'clock-നായിരുന്നു ഞങ്ങളുടെ അടുത്തേത്. അപ്പോൾ ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഷോപ്പ്, ലെമൺ കൈൻഡ് ഓഫ് ഷോപ്പിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് ലെമൺ സോഡ കുടിച്ചു. വലിയ ഗുണമില്ലായിരുന്നു, ലൈക്ക് ലെമണിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊള്ളത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ ലഞ്ച് ഞങ്ങൾ 3 പേര് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും പാസ്ത മേടിച്ചു. വിച്ച് വാസ് റിയലി നൈസ്. എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കാരണം വിശന്ന് വിലഞ്ഞ് കയറി ചെന്ന് ഫുഡും കഴിച്ച് പിന്നെ തിരിച്ച് ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റ് എടുത്തു AC-ക്കകത്ത്. അപ്പോൾ പിന്നെ ഓൾറെഡി കുറേ ടയർഡ്നെസ് ഒക്കെ മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 o'clock ആയപ്പോഴേക്കും 2 o'clock അവിടെ എത്തണം. അപ്പോൾ 2:30 എത്തണം. അപ്പോൾ ഞങ്ങൾ 2 o'clock തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ബസ്സിലാണ് ഞങ്ങൾ പിന്നെ കൊളോസിയത്തിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഇത് ചെയ്തത്. ഞങ്ങൾ ഈ ബസ്സൊക്കെ ആക്ച്വലി ഗൂഗിളിൽ നമുക്കിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും മാപ്സിൽ വരുമല്ലോ. അപ്പോൾ ആ മാപ്സ് വഴിയാണ് ഞങ്ങൾ ബസ്സസ് നോർമലി സ്റ്റോപ്പിൽ പോയി. അതിൽ തന്നെ കൃത്യമായിട്ട് ടൈം ഉണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്സ് ഭയങ്കരമായിട്ട് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ ആ ബസ്സിൽ കയറി നമുക്ക് അവിടെ ആ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എത്ര ദൂരം നടക്കണം എന്നുള്ളതായിരുന്നു. കൊളോസിയം വന്നിട്ട് ഭയങ്കര ഒരു കേട്ട് കഥകളിൽ കേട്ട് അറിയാമെന്നുള്ളൊരു ഇതായിരുന്നല്ലോ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ആക്ച്വലി നമ്മൾ ക്രഷിനൊക്കെ കാണുമ്പോൾ ഒരു ഫീലില്ല. എനിക്ക് ആ ഒരു ഫീലിംഗ് ഞാൻ തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ കുറേ നാൾ കേട്ട് പെട്ടെന്ന് കാണുമ്പോഴുള്ളൊരു സന്തോഷവും ഒക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു ബിൽഡിംഗാണ് ആക്ച്വലി. അത് കാണാൻ ഇപ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ആക്ച്വലി അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ആക്ച്വലി അതിനെ ഒരു ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത്. പിന്നെ അതിൻ്റെ അകം വന്നിട്ട് ഫുൾ കൺസ്ട്രക്റ്റഡ് മാർബിൾസിലാണ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം ഓൾമോസ്റ്റ് പോയി. കാരണം ഈ മോണമെൻറ്റ് റോമൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് അത് ഒത്തിരി നാൾ ലൈക്ക് ഇഷ്ടംപോലെ റൂളേഴ്സ് വന്ന് പോയി. ക്രിസ്ത്യാനിറ്റി, പെഗനിസം ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ മോണമെൻറ്റിൽ നിന്ന് പ്രിസർവ് ഒന്നും ചെയ്യാതെ അവർ കുറേ നാളം കൊണ്ട് നടന്നത്. ഇവിടുന്ന് മാർബിൾസൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി വേറെ ബിൽഡിങ്സും വേറെ മ്യൂസിയംസൊക്കെ ഇതിൻ്റെ അകത്തുള്ള മാർബിൾസാണ് യൂസ് ചെയ്തുകൊണ്ടുവന്ന സ്റ്റാച്യൂസൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഹിസ്റ്ററി ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഈ ബിൽഡിംഗ് ആ ഒരു കാലഘട്ടത്തിൽ വെച്ചു എന്ന് പറയുന്നതാണ് ആക്ച്വലി അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ എന്താ പറയുക ഗ്രേറ്റ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് സ്റ്റിൽ സ്റ്റാൻഡിങ്. ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ വരെ നടന്നു ആക്ച്വലി. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻടാക്ട്. കാരണം ആൾക്കാർ അതിനെ പൊളിച്ചു എന്നത് കാരണം അത് ഡിസ്ട്രോയ് ആയതാണ് മോസ്റ്റ്ലി. അല്ലാണ്ട് അത് സ്റ്റിൽ സ്റ്റാൻഡിങ് ആണ് ആ ഒരു ഹോൾ ബിൽഡിംഗ്. അപ്പോൾ ആക്ച്വലി ഇത് പണ്ടത്തെ ഒരു ഗ്ലാഡിയേറ്റർ ലൈക്ക് ഫൈറ്റിങ്സിന് വേണ്ടി അവർ യൂസ് ചെയ്തിരുന്ന ഒരു അറീന പോലെയാണ്. ലൈക്ക് ആൾക്കാർക്ക് സ്റ്റേഡിയം പോലെ ഒരു റൗണ്ട്സൊക്കെ സ്റ്റേഡിയം. പക്ഷെ അതിൻ്റെ നടുക്കിപ്പം നോക്കുകയാണെങ്കിൽ ഫുൾ ബിൽഡിങ്സും ഇൻ ദ സെൻസ് ലൈക്ക് അതിൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻസ് കാണാം. ആക്ച്വലി അത് കഴിഞ്ഞ് ഉണ്ടായിരുന്ന ഒത്തിരി ചേഞ്ചസ് റൂളേഴ്സിൻ്റെ ഇത് കാരണമാണ് അതിൻ്റെ അകം മൊത്തം വേറെ രീതിയിലായത്. ലൈക്ക് ഇതിൻ്റെ അകത്തൊരു ചർച്ച് ഉണ്ടായിരുന്നു കുറേ കാലഘട്ടത്തിൽ. പിന്നെ ഒരു സെമിറ്ററി ആയിരുന്നു കുറേ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചേഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര വലിയൊരു മോണമെൻ്റാണ്. അപ്പം ഒരറ്റത്തുനിന്ന് വേറൊരു അറ്റം വരെ പോകാനായിട്ട് തന്നെ ഒത്തിരി ടൈം എടുക്കും. അപ്പം ഞങ്ങൾ ഒത്തിരി നടന്ന് ടയർഡായി. ഞങ്ങൾ പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് കുറേ നേരം. നല്ല കാറ്റായിരുന്നു ആക്ച്വലി. സോ ദാറ്റ് വാസ് നൈസ്. പിന്നെ ഇതിനകത്ത് ഓരോരോ സ്റ്റേജസ് ആയിട്ടാണ് അവർ ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫുൾ അവരുടെ ആ ഒരു സ്റ്റെപ്സ് അതൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഫുൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓരോ സ്റ്റേജസ് പോയി കാണണം. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ റോമൻ പ്ലാസ അവിടെയും ഞങ്ങൾക്ക് ടിക്കറ്റിന് ഇതുണ്ടായിരുന്നു. പക്ഷേ ആ ചൂട് കാരണം ഞങ്ങൾക്ക് ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആക്ച്വലി. ഭയങ്കര എക്സാജറേറ്റ് ചെയ്യുന്നതല്ല. നമ്മൾ കുറേ നേരം വെയിൽ നിൽക്കുമ്പോൾ ആ ഒരു ഹെഡേക്കും ആ ഒരു ഡീഹൈഡ്രേഷനൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഞങ്ങൾ അവിടെ നടത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാന്തിയണിൽ പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ അതായിരുന്നു.
പക്ഷേ അവിടെ നിന്ന് പിന്നെ ബസ് കയറി ഞങ്ങൾ എത്തിയപ്പോഴേക്കും ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു അടി മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഒരു ചേർച്ച് കണ്ടു. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതിൻ്റെ കയറിയിരിക്കാൻ പറഞ്ഞു. ചേർച്ച് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ കയറിയൊരു ചേർച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ അകത്തുള്ള ഒരു സീലിംഗ് പെയിൻറ്റിങ്ങും ആൾട്ടറും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ആക്ച്വലി റണ്ണിങ് പാരിഷ് ആണെന്ന് തോന്നുന്നു. കാരണം അവിടെ കൊയർ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ ഫ്രീ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ക്യൂ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ലൈക്ക് വി ആർ സോ ഹംഗ്രി. അപ്പോൾ പിന്നെ ഞാൻ ലസാനിയാണ് മേടിച്ചത്. ഒരു ഗ്ലാസ് വൈനും ലസാനിയും. ഇറ്റലി പോയാൽ ഇറ്റലിയിലുള്ള ഫുഡ് തന്നെ ഫുൾ ട്രൈ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഡെസേർട്ട് മേടിച്ചായിരുന്നു, അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഹോട്ടലിൽ പോയി ലൈക്ക് ഒരു 6 o'clock ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഫുൾ റെസ്റ്റ് ആയിരുന്നു. എന്തൊക്കെയോ ടി വിയിൽ എന്താ വരുന്നതെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു, കാരണം ഫുൾ അവരുടെ ഭാഷയായിരുന്നു. ബട്ട് ഇറ്റ് വാസ് സോ നൈസ്. അപ്പോൾ അത്രയും തന്നെയാണ് ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ. പിന്നെ നാളെ ഞങ്ങൾ വെറ്റിക്കൻ സിറ്റിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് അടുത്ത പാർട്ടായിട്ട് തന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.